ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും. ആമേൻ. പരിശുദ്ധനേ, ആമേൻ. സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ, പരിശുദ്ധനേ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ, സകലത്തെയും സൃഷ്ടി ചെയ്തവനേ, സകലത്തിനും പരിപാലകനേ, സകലത്തെയും സൃഷ്ടി ചെയ്തവനേ, സകലത്തിലും പരിപാലകനേ, സകലരിലും പരമോന്നതനേ, സർവശക്തനും സർവജ്ഞാനിയും നീ, സകലരിലും പരമോന്നതനേ, സർവശക്തനും സർവജ്ഞാനിയും നീ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും. ആമേൻ. പരിശുദ്ധനേ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ, പരിശുദ്ധനേ, കരുണാനിധിയേ. ചേർന്ന് പറയാൻ കഴിയുമോ? ആമേൻ. പരിശുദ്ധനേ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. ആമേൻ. പരിശുദ്ധനേ, കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. ആമേൻ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനാടും. ദൂതസംഗമിത വിശ്രമം കൂടാതെന്നും, ദൂതസംഗമിത വിശ്രമം കൂടാതെന്നും, ശുദ്ധൻ പരിശുദ്ധനെന്ന് എപ്പോഴും, ശുദ്ധൻ ശുദ്ധൻ പരിശുദ്ധനെന്ന് എപ്പോഴും വാഴ്ത്തും നിതാ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും നാടും. സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ, സൂര്യചന്ദ്രാദികൾ കർത്തനെ സ്തുതിച്ചിടട്ടെ. സ്വർഗാദി സ്വർഗവും മേലുള്ള വെള്ളം, സ്വർഗാദി സ്വർഗവും മേലുള്ള വെള്ളവും താരങ്ങളും. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. തീക്കൽ മഴ ഹിമമാഴിക്കോടും കാറ്റിവാ, തീക്കൽ മഴ ഹിമമാഴിക്കോടും കാറ്റിവാ. പർവ്വതങ്ങൾ എല്ലാ കുന്നുമലകളും, പർവ്വതങ്ങൾ എല്ലാ കുന്നുമലകൾ വാഴ്ത്തിയിടട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്, മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും ആമേൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും
യോഗ്യൻ മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാനാളും. വീക്കൽ മഴ ഹിമമാഴിക്കോടും കാറ്റിവാ, തീക്കൽ മഴ ഹിമമാഴിക്കോടും കാറ്റിവാ. പർവ്വതങ്ങൾ എല്ലാ കുന്നുമലകളും പർവ്വതങ്ങൾ എല്ലാ കുന്നുമലകൾ വാഴ്ത്തിയിടട്ടെ. ആമേൻ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. പറവകൾ മൃഗജാതി ഇഴയുന്ന ജന്തുക്കളും, പറവകൾ മൃഗജാതി ഇഴയുന്ന ജന്തുക്കളും, രാജാക്കൾ മഹത്വക്കൾ പ്രഭുക്കന്മാർ വംശക്കാർ, രാജാക്കൾ മഹത്വക്കൾ പ്രഭുക്കൻ വംശക്കാർ രക്ഷകനേ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാടും. മഹത്വമേ. ആമേൻ. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വമേ മഹത്വമേ മഹത്വം തന്നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. ഹല്ലേലൂയ. മഹത്വമേ 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 ഹല്ലേലൂയ. മഹത്വമേ മഹത്വമേ മഹത്വം നാമത്തിന്. മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യൻ, മഹത്വത്തിനും സ്തോത്രയാഗത്തിനും യോഗ്യനെല്ലാ നാളും. ഹല്ലേലൂയ. യേശുവേ. നിങ്ങളുടെ പരിശുദ്ധ പിതാവെ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നല്ല അതേ കർത്താവെ, ഭയങ്കരമായ സമയത്തിനായി സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന് അങ്ങ് മഹത്വപ്പെടുത്തുവാൻ, അങ്ങ് ആരാധിപ്പാൻ നൽകുന്ന നല്ല സമയത്തിനായി കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കഴിഞ്ഞ കർത്താവെ നാളുകളായി അതേ കർത്താവെ സ്തോത്രസന്നിധിയിൽ അതേ കർത്താവെ പ്ലാറ്റ്ഫോം വഴിയായി ദൈവത്തെ ആരാധിപ്പാനും ദൈവവചനം പ്രസംഗിപ്പാനും ദൈവജനം കേൾക്കുവാനും ഒക്കെ കർത്താവ് ജനത്തെ സഹായിച്ചല്ലോ കർത്താവെ. ദൈവജനത്തിന്റെ പഠന സംബന്ധമായി അത് കർത്താവെ അതേ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞതുപോലെ കർത്താവ് ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചല്ലോ. എല്ലാത്തിനായി നന്ദി പറയുന്നു. ദൈവജനം കേട്ടതായ ഓരോ വ്യക്തികൾക്കും അനുഗ്രഹമായി തീർന്നു കർത്താവിനെ ധൈര്യമായി വിടുതലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദൈവജനം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹപ്പെടായി തീരട്ടെ കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. കൂടി വരുന്ന ജനത്തെ അനുഗ്രഹിക്കുമാറാകണമേ. പലയിടങ്ങളിൽ നിന്ന് കർത്താവ് ജോയിൻ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന ഇപ്പോഴെല്ലാം കർത്താവ് ധാരാളമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ വർഷത്തിൻ്റെതായ കർത്താവെ ലോകത്ത് ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ വളരെ ഭക്തിയോടും ഭയത്തോടും കൂടെ അങ്ങയെ സേവിക്കേണ്ടത് ആവശ്യകത എന്താണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ദിവസങ്ങളിൽ ആത്മാവിശക്തരായി മുന്നേറുവാൻ വിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ. പ്രൈസ് ലോർഡ്. അങ്ങനെ ദാസനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ പൂർവ്വമായി ഇവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിന് വേണ്ടി പിന്നെയും ശക്തനായി നിൽക്കുവാൻ കർത്താവിനെ സഹായിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇടവകൽക്കാലം ദൈവജനം ഘോഷിക്കുന്ന അമ്മേ ദൈവദാസനായി സ്തോത്രം കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണം. ദൈവം അവിടുന്ന് പകരുമാറാകണം. കേൾക്കുന്ന ദൈവജനം അതേ കർത്താവിനെ ഒരു കാഴ്ചവാസമായി വിടുതലായി അത് നന്മയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുവാൻ കർത്താവെ അതിന്റെ മക്കളെ ദൈവം ബലപ്പെടുത്തുമല്ലോ. നല്ല ഗാനങ്ങളെ പാടുവാനായിട്ട് കർത്താവെ ഉപയോഗിച്ചല്ലോ കർത്താവെ. അനുഗ്രഹിക്കണമേ കർത്താവെ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് ആദ്യം ദൈവം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകല മഹത്വവും യേശുവിൻ നാമത്തിന്റെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കലും കൂടെ ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുകയാണ്. കർത്താവ് ഇന്ന് രാത്രി നമ്മോട് വീണ്ടും സംസാരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലെറ്റ് മീ ഓൾസോ വെൽക്കം വൺസ് അഗൈൻ എവരിവൺ, ആൻഡ് ഓൾസോ I would also like to pray that the Lord will speak to each one of us tonight from the Word of God, especially from our 62nd class of the book of Ephesians tonight. The book of Ephesians, for our study purpose, we divided it into 3 parts, which are the wealth that we have got in Christ Jesus from God, and the second thing is the walk or the practical Christian life, and the third one is the warfare. So 3 W's I just mentioned: wealth, walk and warfare. 3 W ആണ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്. 1 വെൽത്ത്, 2 വോക്ക്, 3 വാർഫെയർ. കർത്താവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് നമുക്ക് ക്രിസ്തുവേശു മുഖാന്തരം ലഭിച്ചിരിക്കുന്ന ആത്മീയ നന്മകൾ ഒന്നാമതായിട്ടും, രണ്ടാമതായിട്ട് ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി ഈ ലോകത്തിൽ എങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൽ നടക്കണം എന്നുള്ളതിനെ കുറിച്ചും, മൂന്നാമതായിട്ട് ക്രിസ്തീയ ജീവിതത്തിലെ പോരാട്ടം അല്ലെങ്കിൽ വാർഫെയർ എന്ന ഈ 3 വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ടാണ്, ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് എഫേസ്യ ലേഖനം നമ്മൾ കഴിഞ്ഞ 61 എപ്പിസോഡുകളിലും ഇന്നും പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. എഫേസ്യ ലേഖനത്തിന്റെ അവസാനത്തെ അധ്യായം ഒരു പടയാളിയെ വരച്ചു കാണിക്കുന്ന ഒരു അധ്യായമാണ്. പക്ഷെങ്കിൽ 1ഉം 2ഉം അധ്യായങ്ങൾ ആ പടയാളിക്ക് എന്തെല്ലാം ഉണ്ട് എന്ന്, ദൈവത്തിൽ നിന്ന് എന്തെല്ലാം നന്മകളുണ്ട് എന്ന് 1-2 അധ്യായങ്ങൾ പറയുന്നു. 3, 4, 5 അധ്യായങ്ങളിൽ ആ പടയാളിയുടെ പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ച് പറയുന്നു. ആ പടയാളി എങ്ങനെ ജീവിക്കണം പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ എന്നുള്ളതിനെ കുറിച്ച് 3, 4, 5 അധ്യായം പറയുമ്പോൾ, എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് 6ാമത്തെ അധ്യായം നമ്മെ പഠിപ്പിക്കും. അപ്പോൾ ക്രിസ്തുവിൽ തികഞ്ഞ ഒരു പടയാളിയെ 6ാം അധ്യായത്തിന്റെ അവസാനം എത്തുമ്പോഴേക്കും അപ്പോസ്തലനായ പൗലോസ് ഒരുക്കിയെടുക്കുന്ന ഒരു ലേഖനമാണ് ഈ എഫേസ്യ ലേഖനമെന്ന് ചുരുക്കത്തിൽ നമുക്ക് പറയുവാനായിട്ടും പഠിക്കുവാനായിട്ടും കഴിയും. ക്രിസ്തുവിൽ തികഞ്ഞ പടയാളി. So the book of Ephesians in a nutshell is preparing a soldier of Christ. As we see, the chapter number 6 is talking about a soldier who is well equipped with all the warfare arms and ammunitions he has got, and he has got a uniform. So he is a well-trained and well-equipped soldier of Christ Jesus in chapter number 6. And Paul is actually telling this soldier in chapter 1 and 2 that what are all the benefits and blessings that you have received from God through Christ Jesus. And in chapter number 3, 4 and 5, Paul is training them and giving them the training on how to behave on your practical Christian life in this world. And chapter 6 is actually encouraging the soldier to do the warfare. That is how we can decide, or we can divide this book of Ephesians. There are 21 epistles, as we know, in the New Testament. Out of that, 14 of them believed to be written by Paul the Apostle. 21 അധ്യായങ്ങളുണ്ടെന്ന് നമുക്കറിയാം. 21 എപ്പിസ്റ്റൽസ് അല്ലെങ്കിൽ 21 ലേഖനങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതിനകത്ത് 14 ഏറെ ബംഗാൾക്കാർ വിശ്വസിക്കുന്നത് പൗലോസിനാൽ എഴുതപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ന് രാത്രി നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും സമയത്തിന്റെ പരിധി നമുക്കുള്ളത് കൊണ്ട് വേഗത്തിൽ നമുക്ക് 5ാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് രാത്രി നാം പഠിക്കുന്നത്. The 5th chapter, as we have been studying from in the last session also, we will continue to study from the 5th chapter. The 5th chapter is actually teaching us walking in love and walking in light. സ്നേഹത്തിൽ നടക്കുക, വെളിച്ചത്തിൽ നടക്കുക എന്ന 2 പദപ്രയോഗങ്ങൾ ഈ 5ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ അനുകാരികളായിരിക്കണം എന്ന ഒരു തുടക്കത്തോടുകൂടെയാണ്, ശീർഷകത്തോടുകൂടെയാണ് എഫേസ്യ ലേഖനം ആരംഭിക്കുന്നത് തന്നെ.
ഇപ്പൊ ദൈവത്തിന്റെ അനുകാരികളായിരിക്കുവാൻ വേണ്ട ക്വാളിറ്റികളിൽ രണ്ടെണ്ണമാണ് സ്നേഹത്തിൽ നടക്കുക, വെളിച്ചത്തിൽ നടക്കുക എന്നുള്ളത്. Praise the Lord. Paul is addressing the people in Ephesus and all of us tonight through the beginning sentence of the chapter number 5 is to be imitators of God. Imitators of God. And to be imitators of God, to imitate God, we have to have certain basic qualities in our life, which are to walk in love and also walk in light. Paul is expressly defining the difference between the children of light and the children of darkness. വളരെ വിദഗ്ധമായി പൗലോസ് ഇവിടെ വരച്ചു കാണിക്കാൻ ശ്രമിക്കുന്നത് വെളിച്ചത്തിൽ നടക്കുന്നവരും ഇരുട്ടിൽ നടക്കുന്നവരും തമ്മിലുള്ളതായ ഒരു വ്യത്യാസമാണ്. A difference between the sons of disobedience or the unbelievers and the believers who are beloved children of God. അനുസരണത്തിന്റെ മക്കൾ അല്ലെങ്കിൽ വിശ്വാസികൾ, ദൈവത്തിന്റെ മക്കളും അനുസരിക്കാത്ത വിശ്വാസത്തിൽ നിലനിൽക്കാത്തവരും തമ്മിലുള്ളതായ ഒരു വ്യത്യാസത്തെയും കൂടിയാണ് പൗലോസ് ഈ അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. When Paul is writing this letter to the members of the church in Ephesus, it is evident that some of God's children in that church behave as if they were sons of disobedience. ഈ എഫേസ്യ ലേഖനം എഴുതുമ്പോൾ വിശ്വാസികൾക്കാണ് ഇത് എഴുതുന്നത്. അപ്പോൾ തന്നെ പൗലോസ് അവരെ അഡ്രസ് ചെയ്ത് പറയുമ്പോൾ ചിലരൊക്കെ എങ്കിലും ആ സഭയിൽ അനുസരണക്കേടിന് മക്കളായി തീർന്നിരിക്കുന്നു എന്നത് നമുക്ക് ഇതിൽ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. So those who are the sons of disobedience, Paul is warning them, therefore the wrath of God will come upon them. ദൈവിക ശിക്ഷ അനുസരണക്കേട് മേൽ ഉള്ളവരുടെ മേൽ വരുന്നു, അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു എന്നുള്ള വാണിങ് ഈ അധ്യായത്തിൽ പൗലോസ് അവർക്ക് വേണ്ടി നിർദ്ദേശമായി നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. For this reason, in verse number 7, Paul is telling that do not become partakers together with them, those who are doing the work of the darkness. ഇരുട്ടിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നവർക്ക് നിങ്ങൾ കൂട്ടാളികളായി തീരരുത് എന്നുള്ള വാണിങ് 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇവിടെ പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ഇരുട്ടിന്റെ പ്രവൃത്തികൾക്ക് കൂട്ടാളികളായി തീരാതെ നിങ്ങൾ ദൈവത്തിന്റെ അനുകാരികളായിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഈ അധ്യായം മുഴുവനും പൗലോസ് പറയുവാൻ ആഗ്രഹിക്കുന്ന സത്യമായിരിക്കുന്ന കാര്യം. So do not be partakers of those who work the work of the darkness. Rather, you become the imitators of God. That is the main message Paul wants to exchange to all of us today through this chapter number 5. So there are things not fitting for saints which are mentioned in this chapter. വിശുദ്ധന്മാർക്ക് ചേരാത്തതായ ചില കാര്യങ്ങളുണ്ട് എന്നതിനെ കുറിച്ച് 3 മുതൽ 3-4 വാക്യങ്ങളിൽ പൗലോസ് അതിനെ വിസ്തരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. 3 and 4 verses in this chapter, Paul is mentioning the list of things that are not fitting for saints. He says, but fornication and all uncleanness or unbridled greedy lust, let it not even be named among you as is fitting for saints. And filthiness and foolish talking or coarse jesting, which are not becoming, but rather giving thanks to the Lord. സ്തോത്രം പറയുന്നതിന് തടസ്സമായിരിക്കുന്ന നിരവധി കാര്യങ്ങൾ ഇവിടെ ലിസ്റ്റ് ചെയ്തുകൊണ്ട് 3-4 വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്. എന്താണ്? ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം, ഇവയൊന്നും നിങ്ങളുടെ ഇടയിൽ പേർ പറയുക പോലും അരുത്.
അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. പിന്നീട് ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ചേർച്ചയല്ലാത്തവയൊന്നും അരുത്. എന്താണ് വേണ്ടത്? സ്തോത്രം. അപ്പൊ സ്തോത്രം പറയുവാൻ കഴിയാത്ത, സ്തോത്രം എല്ലാവർക്കും പറയാൻ ഒക്കും, പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന സ്തോത്രം പറയാൻ കഴിയാത്തതായ ചില കാര്യങ്ങൾ, അതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തെ പ്രസാദിക്കുന്നതും പറയാൻ പറ്റും, ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത സ്തോത്രവും ഒക്കെ നമുക്കെല്ലാം പറയാൻ പറ്റും. പക്ഷെ ദൈവം പ്രസാദിക്കുന്ന സ്തോത്രം പറയണമെങ്കിൽ ഈ 3-4 വാക്യങ്ങളിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കണം എന്നാണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. 5-ാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 5, ഇറ്റ് സൈസ്, 5-ാം വാക്യം പറയും, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവൻ. So there are people who are not able to be part of the kingdom of God and kingdom of Christ, according to verse 5, 4, 5, and 6. So these are the things which are damaging the spiritual man and taking him away from the godliness and taking him away from the kingdom of God and the kingdom of Christ Jesus. ഈ വക കാര്യങ്ങളൊക്കെ ആത്മിക ജീവിതത്തിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും അതുപോലെ ദൈവരാജ്യത്തിൽ നിന്നും ക്രിസ്തുവിന്റെ രാജ്യത്തിൽ നിന്നും 2 കാര്യം എടുത്തവിടെ പറയുകയാണ്, ദൈവത്തിന്റെ രാജ്യമെന്നും ക്രിസ്തുവിന്റെ രാജ്യമെന്നും. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇതിൽ നിന്നൊക്കെ മനുഷ്യനെ അകറ്റുന്ന അല്ലെങ്കിൽ ഡാമേജ് ആക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് 3, 4, 5 വാക്യങ്ങളിലൊക്കെ 6 വരെയുള്ള വാക്കുകളൊക്കെ പറയുന്നത്. So there is one thing Paul is mentioning is the greedy lust. Greedy lust. വിഗ്രഹാരാധിയായിരിക്കുന്ന ദ്രവ്യാഗ്രഹി എന്ന് ഉള്ളൊരു പ്രത്യേക പദം അതിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. എന്താണ് വിഗ്രഹാരാധിയായിരിക്കുന്ന ദ്രവ്യാഗ്രഹി? What is the greedy lust? What does Paul mean by the greedy lust? Greedy lust is a lust full of greed, and it can become idol and idol worshipping. ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നത് പോലെ ഒരു മാനസിക അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്ത്? ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും തൃപ്തി വരാത്ത, പിന്നെയും പിന്നെയും അതാ വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് പുറകെ ഓടുന്ന ഒരു കാര്യമാണ് ഈ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് പലർക്കും അത് ഒരു വിഗ്രഹമായി തീരുകയാണ്, വിഗ്രഹാരാധന പോലെയായി തീരുകയാണ്. So this is becoming idol worshipping, the lust of money. So in the eyes of God, a person who is greedy of lust of money is actually an idolater or one who worships idols. ദൈവിക ദൃഷ്ടിയിൽ പൗലോസിന്റെ ഭാഷയിൽ ആ വ്യക്തി ആരാണെന്ന് അറിയാമോ? ഒരു വിഗ്രഹാരാധനക്കാരനാണ്. ദ്രവ്യാഗ്രഹം ഒരു വിഗ്രഹം പോലെയും വിഗ്രഹാരാധന പോലെയുമുള്ള അവസ്ഥയാണെന്നാണ് പൗലോസ് ഇവിടെ ചിന്തിക്കുന്നത്. So such evil things should not even be named among us. ഇങ്ങനെയുള്ളതൊന്നും നിങ്ങളുടെ ഇടയിൽ പേര് പോലും പറയരുത് എന്നാണ്. As it is not fitting for the saints. ഇത് വിശുദ്ധന്മാർക്ക് ചേർന്നതല്ല, ഉചിതമല്ല. Because the saints are those who are separated for God or unto God and saturated with God, living a life according to God's holy nature. എന്തുകൊണ്ടാണ് ഇത് നമുക്ക് ചർച്ചയല്ലാത്തത്? ഇതെന്തുകൊണ്ടാണ് വിശുദ്ധന്മാർക്ക് ഉചിതമല്ലാത്തത്? അതിന് കാരണം വിശുദ്ധന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടം ആരാണെന്നറിയാമോ? ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്, ദൈവിക സ്വഭാവത്തിന് കൂട്ടാളികളാണ്. പത്രോസിന്റെ ഭാഷയിൽ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാണ്. അതുമാത്രമല്ല, ദൈവിക വിശുദ്ധിക്കനുസരിച്ച് ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉചിതമല്ല എന്ന് പറയുവാനായിട്ട് ഇടയാക്കിയിരുന്നത്. ഉചിതമല്ല എന്ന് പറഞ്ഞ് ഒരു വളരെ
അർത്ഥം കുറഞ്ഞ രീതിയിൽ പൗലോസ് അവിടെ നിർത്തുന്നില്ല. അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ശക്തമായിട്ടാണ് പിന്നെ പറയുന്നത്, ഈ വിധം പ്രവർത്തിക്കുന്നവരാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഉചിതമല്ല എന്ന് വളരെ ശാന്തമായി പറഞ്ഞു, ആർക്കും വിഷമമില്ലാത്ത രീതിയിൽ പറഞ്ഞു. പക്ഷെങ്കിൽ അടുത്ത വാക്കുകളിൽ താൻ കർശനമായ താക്കീത് കൊടുക്കുകയാണ്, ഈ വിധം പ്രവർത്തിക്കുന്നവരാരും ദൈവരാജ്യത്തിൽ കടക്കുകയില്ല, അവകാശമാക്കുകയില്ല. So he says that it is not fitting for the saints, those things that I have mentioned. It can mean that it is so lightly, Paul is saying that this is not fitting for saints. But if you continue reading to the next verses, Paul is becoming so much more serious about it, and he says that they will not inherit the kingdom of God and kingdom of Christ. So it is not something that we can take lightly, although Paul's mentioned that it is so lightly, we can feel that it is so lightly. He's saying that, it is not fitting. But it's not only that. He's saying that you will not enter into the kingdom of God. So, is there anything that is taking us away from giving thanks to God? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിൽ നിന്ന് നമ്മെ പുറകോട്ട് വലിക്കുന്നതായ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിൽ നിന്ന് നാം ഒഴിവുള്ളവരായിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത് പൗലോസ്. So verse number 5 says, for this you know, and then he says, knowing such people have no inheritance in the kingdom of Christ and God. ഒരു പൗലോസ് പറയുകയാണ്, ഇങ്ങനെയുള്ളവർക്കാർക്കും ദൈവരാജ്യത്തിൽ, ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. There are two words, particularly in this verse number 5, Paul is mentioning. First time he says, for this you know, and then he's saying, knowing such people cannot. So why he's saying know and then knowing? These two words, know and knowing, have two different meanings in Greek. In Greek, know, the word know in Greek is oida, O-I-D-A, oida. That means subjective knowledge. But the word knowing in Greek is gynosko, and it signifies objective knowledge. So one is subjective knowledge, another one is objective knowledge. നമുക്കൊരു വാക്കാണെന്ന് ചിന്തിക്കാവുന്നതായ ഈ വാക്കുകൾ ഗ്രീക്കിൽ രണ്ടർത്ഥങ്ങളാണ്. ഒന്നിന് വിഷയസംബന്ധമായ അറിവെന്നും രണ്ടാമത്തേതിന് വസ്തുനിഷ്ഠമായ അറിവെന്നുമാണ് അർത്ഥം. ഒരു വിഷയത്തെക്കുറിച്ച് അറിയുന്ന അറിവ് മാത്രമല്ല, അതിന്റെ വസ്തുനിഷ്ഠമായ അനുഭവത്തിലൂടെ അറിയുന്ന കാര്യം കൂടെയാണ് പൗലോസിലൂടെ പറയുന്നത്. ബുക്ക് നോളജ് അല്ല, അനുഭവത്തിലുള്ള അറിവ്. അപ്പൊ പൗലോസിനോട് പറയുകയാണ്, നിങ്ങൾ അറിയുന്നല്ലോ. എങ്ങനെ അറിയുന്നു? നിങ്ങൾ കേട്ടും പഠിച്ചും അറിയുന്നത് കൂടാതെ അനുഭവത്തിലും കൂടെ അറിയുന്നവരാണ്. എന്ത്? ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്നുള്ള ആ വസ്തുത. അതുകൊണ്ടാണ് വളരെ കർശനമായിട്ട് പൗലോസോട് പറയുന്നത്. സോ പോൾ ഈസ് സേയിങ് ഹിയർ that you not only know from someone's preaching, you not only know from a book that you have read, you also know objectively in your own experience that those such people cannot enter or inherit the kingdom of Christ and the kingdom of God. So വിഷയ സംബന്ധമായ അറിവ് മാത്രമല്ല, വസ്തുനിഷ്ഠമായ അറിവ് കൂടെ ഉള്ളവരോടാണ് പൗലോസിന് പറയുന്നത്. So what Paul is speaking in verse number 5 about the knowledge
is a subjective knowledge as well as the objective knowledge. And he says, the kingdom of Christ and the kingdom of God. What is the kingdom of Christ and the kingdom of God? Couldn't he just say the kingdom of God only? എന്തിനാണ് പൗലോസ് ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യമെന്ന് എടുത്തു പറഞ്ഞത്? ഒറ്റ കാര്യം അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, ദൈവത്തിന്റെ രാജ്യത്തെ അവകാശമാക്കില്ലെന്ന് ഒരു വാക്കിലങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. വേദപുസ്തകത്തിൽ പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ ദൈവരാജ്യത്തെ കുറിച്ച് ഒത്തിരി ഇടത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം മുതൽ മത്തായി സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ളതായ എല്ലാ ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും ദൈവരാജ്യത്തെ മെൻഷൻ ചെയ്യുന്നുണ്ട്. So there are mentioning of the kingdom of God in almost all the New Testament books, right from Matthew to Revelation. And once people asked Jesus Christ a question about the coming of the kingdom of God. That is in Luke chapter 17 verse 20. ലൂക്കോസ് വിശേഷം 17-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ അടുക്കൽ ചില ചോദ്യം ചോദിച്ചു, ദൈവരാജ്യം എപ്പോൾ വരുന്നു? അപ്പോൾ യേശുക്രിസ്തുവിന്റെ മറുപടി എന്തായിരുന്നു? What was Jesus' answer? Jesus' answer is, the kingdom of God, the coming of the kingdom of God is not something that can be observed, nor will people say, here it is or there it is, because the kingdom of God is in your midst. So Jesus is teaching people about a kingdom of God that is in your midst, an earthly kingdom of God. ഈ ലോകത്തിലുള്ള ഒരു ദൈവരാജ്യം, ആ ദൈവരാജ്യത്തിലാണ് ദൈവമക്കൾ. In John chapter 3 verse 5, Jesus is answering Nicodemus about the kingdom of God. And he says, truly, truly, I say to you, unless one is born again or born of water and spirit, he cannot enter into the kingdom of God. So according to John 3, all those who are regenerated are in the kingdom of God. വീണ്ടും ജനനം പ്രാപിച്ച എല്ലാവരും യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അനുസരിച്ച് ദൈവരാജ്യത്തിലാണ്. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പൊ ആ ദൈവരാജ്യത്തിനകത്തായിരിക്കുന്നവരെന്ന് പറയുന്നത് ഇഹലോകത്തിലെ ദൈവരാജ്യമാണ്. ഈ ലോകത്തിൽ ഒരു ദൈവരാജ്യമുണ്ട്. ആ ദൈവരാജ്യം സ്പിരിച്വലാണ്, ആത്മീകമാണ്. ഒരു ബോർഡ് വെച്ചതല്ല, ഓടിട്ടതല്ല, കോൺക്രീറ്റ് ഇട്ടതോ ഷീറ്റ് ഇട്ടതോ ഒന്നുമല്ല. അതിന് അങ്ങനെ ഒരു ആകൃതിയില്ല. അത് ആത്മീകവും അദൃശ്യവുമാണ്. ഇറ്റ് ഈസ് ഇൻവിസിബിൾ ആൻഡ് സ്പിരിച്വൽ കിങ്ഡം ഓഫ് ഗോഡ് ദാറ്റ് വി ആർ ഇൻ as we live in the face of the earth. It is not a building. It is not a signage or a board in front of a building. It is not a cross on top of the building which will say this is the kingdom of God. The kingdom of God is actually spiritual and invisible. That is the kingdom of God. And Romans chapter 14 verse 17 says, the kingdom of God is not eating and drinking. Kingdom of God is not eating and drinking, but it is righteousness, peace and joy in the Holy Spirit. റോമാലേഖനം 14:17 പറയുന്നു, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. So what is the kingdom of God here we are talking about? The kingdom of God is something we can be in or part of while we live in this earth. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ സന്തോഷം പ്രാപിക്കുന്നവരാണ്, നീതിയും സമാധാനവും അനുഭവിക്കുന്നവരാണ്. ആ ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. രണ്ടാമതൊരു ദൈവരാജ്യം, ഇവിടെ ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും ദൈവരാജ്യം എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? രണ്ടെണ്ണം. There are two kingdom of gods or kingdom of Christ. Paul is mentioning in verse number 5.
So the other kingdom of God is the millennium kingdom of God. 1000 വർഷത്തേക്കുള്ള ഒരു ദൈവരാജ്യമുണ്ട്. 1000 വർഷത്തേക്കുള്ള ദൈവരാജ്യം. ആ ദൈവരാജ്യം ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കുന്ന ദൈവരാജ്യം. ആ ദൈവരാജ്യത്തെ കുറിച്ചും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് പൗലോസ് പറഞ്ഞത് ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും ദൈവരാജ്യം. രണ്ടും ഒന്നിന്റെ കണ്ടിന്യൂഷനാണ്. ഈ ലോകത്തിലെ ദൈവരാജ്യത്തിന്റെ കണ്ടിന്യൂഷനാണ് മില്ലേനിയം അല്ലെങ്കിൽ സഹസ്രാബ്ദ വാഴ്ചയുടെ ദൈവരാജ്യം എന്ന് പറയുന്നത്. Praise God. So, what is the millennium kingdom of God? The earthly kingdom of God will become the fully manifested kingdom of God in the millennium. The earthly kingdom of God will become fully manifested kingdom of God in millennium. Matthew chapter 13 verse 41 to 43. മത്തായി സുവിശേഷം 13:41 മുതൽ 43 വരെയുള്ള വാക്യത്തിൽ നമ്മൾ ഈ ദൈവരാജ്യത്തെ കുറിച്ച് കാണുമേതാ സഹസ്രാബ്ദ വാഴ്ചയിലെ ദൈവരാജ്യം. അവിടെ പറയുന്നത് മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും, അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിലിട്ട് കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അത് ഈ സഭ എന്ന് പറയുന്ന ദൈവരാജ്യത്തിലെ കാര്യമല്ല പറയുന്നത്. ഈ ലോകത്തിലെ ദൈവരാജ്യത്തിലെ കാര്യത്തിലല്ല കരച്ചിലും പല്ലുകടിയും തീച്ചൂളയും ഒക്കെ ഉള്ളത്. അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ എന്ത് ചെയ്യും? സൂര്യനെ പോലെ പ്രകാശിക്കും, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതേതാണ് ദൈവരാജ്യം? ആ ദൈവരാജ്യമാണ് സഹസ്രാബ്ദ വാഴ്ചക്കാലത്തെ ദൈവരാജ്യം. പൗലോസ് ഇവിടെ പറയുന്നു ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഈ ലോക ജീവിതത്തിലെ സഭയാകുന്ന അദൃശ്യമാകുന്ന ആത്മീയമാകുന്ന ദൈവരാജ്യത്തിന്റെ കണ്ടിന്യൂഷനായി പരിപൂർണമായ ഒരു ദൈവരാജ്യം ഇറങ്ങി വരുന്നു. പരിപൂർണമായ ഒരു ദൈവരാജ്യം. അതുകൊണ്ടാണ് നമ്മുടെ എം ഇ ചെറിയാൻ സാറ് പാടിയല്ലോ, പരിപൂർണമായി ദൈവിക രാജ്യമീ പാരിതിൽ വെളിപ്പെടണമെന്ന് പാടുവാനിടയായി. ഓർക്കുന്നുണ്ടോ? നമുക്കറിയാവുന്ന പാട്ട്. പരിപൂർണമായി ദൈവിക രാജ്യമീ പാരിൽ സ്ഥാപിതമായിടുവാൻ. പരിപൂർണമായ ദൈവരാജ്യം വരും. ആ രാജ്യമാണ് സഹസ്രാബ്ദയിലെ വാഴ്ചയിലെ ദൈവരാജ്യം. ആ ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ദൈവരാജ്യത്തിന്റെ കണ്ടിന്യൂഷൻ ആണ്. പക്ഷെ അതാണ് പരിപൂർണമായ ദൈവരാജ്യം. അപ്പൊ പൗലോസ് പറയുന്നത് ഇതിനകത്ത് രണ്ടിനകത്തും ഓഹരി ഇല്ലെന്നാ. ആർക്ക്? ദൈവത്തിന് പ്രസാദമില്ലാത്ത മറ്റു കാര്യങ്ങൾ, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകൾക്ക് ഈ രണ്ട് ദൈവരാജ്യത്തിലും എന്തില്ല? ഓഹരിയില്ല എന്നാണ് പറഞ്ഞത്. Praise the Lord. I hope you understand the two kingdom of God that I mentioned, which is the invisible spiritual kingdom of God, that is the church of God in this earth. And a continuation of that church of God is going to be full manifestation of the kingdom of God in the millennium. And what Paul is saying here, you will not inherit, or those people who are doing those evil things will not inherit the kingdom of God and the kingdom of Christ. These two kingdoms. Hallelujah. So such people have no inheritance in the kingdom of Christ and the kingdom of God. Such people will neither be part of the church of Christ Jesus in this earth or in the millennium. Such people may attend worship service. Such people may sing songs. Such people may pray and participate in many church activities. ദൈവരാജ്യത്തിലും ക്രിസ്തുവിന്റെ രാജ്യത്തിലും ദൈവത്തിന്റെ രാജ്യത്തിലും പ്രവേശിക്കുവാൻ കഴിയാത്ത ആളുകൾക്ക് ഈ ലോകത്തിലെ സഭാ കൂടിവരവിൽ വരാൻ പറ്റും. അവർക്ക് പാട്ടുപാടാൻ പറ്റും, അവർക്ക് കൈയടിക്കാൻ പറ്റും, അവർക്ക് സ്തോത്ര കാഴ്ച ദശാംശം ഇടാൻ പറ്റും, അവർക്ക് എല്ലാ ആക്ടിവിറ്റിയിലും ഭാഗവാക്കാകാൻ പറ്റും. പക്ഷെങ്കിൽ ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ല, അത് ആത്മീകമാണ്. Praise God.
So, not all the churchgoers will participate in the real kingdom of God. And the book of Revelation says, only those who overcome will inherit the kingdom of God. ജയിക്കുന്നവനാണ് ക്രിസ്തുവിന്റെ രാജ്യത്തിൽ അവകാശമുണ്ടാകുന്നത് എന്ന് വെളിപ്പാട് പുസ്തകം പറയും. ചർച്ചിൽ പോകുന്ന എല്ലാവരുമല്ല, ഏതോസം പിടിക്കുന്ന എല്ലാവരുമല്ല, ജയിക്കുന്നവൻ. എങ്ങനെ ജയിക്കണമെന്നാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇരുട്ടിന്റെ പ്രവൃത്തികളെ വിട്ടുകളഞ്ഞു വെളിച്ചത്തിലുള്ളവരായി നടക്കണം, സ്നേഹത്തിലുള്ളവരായി നടക്കണം. So Paul is asking every one of us tonight that we walk not in darkness but in light, because we have a great privilege to enter the kingdom of God, both in here in this earth, also in the millennium that is to come. Let's close our eyes tonight and pray to the Lord that the Lord will help us. The Lord will be with us. Hallelujah. And the Holy Spirit will enable us to live a life that will please our God. Hallelujah. ഇന്ന് രാത്രിയിൽ നമ്മുടെ ശുശ്രൂഷകളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചതായ ഈ ചെറിയ സന്ദേശത്തിൽ, ഈ ബൈബിൾ സ്റ്റഡിയിൽ കർത്താവ് നമ്മളെ ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. And I would like to thank you, all of you, for coming tonight and attending this meeting. Although I have many things to say. Deva adiyanida നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ചേർത്ത് പറയാൻ കഴിയുമോ? നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. അതുകൊണ്ട് ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവവുമാ അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. I will worship you with all of my heart. I will seek your face all through my life. I will serve you all that I have. Here I am. Here I am, oh Lord. Here I am, oh Lord. Here I am,
ഈ